ശ്രീനിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിച്ച ആളാണ് ചേച്ചി. എൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിച്ചതാണ് ശ്രീനിയുടെ കൂടെ. എനിക്ക് ഇന്നും ഓർമ്മിക്കുന്ന ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ശ്രീനിയുടെ തമാശകളൊക്കെ ആയിരുന്നു അന്ന് ആ സെറ്റിനെ ഏറ്റവും ഒരു എന്താ പറയുക വൈബ്രൻ്റ് ആക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും മിസ് ചെയ്യും, ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ തമാശകളും അദ്ദേഹത്തിൻ്റെ പല ഡയലോഗ്സും ഒക്കെ എന്നും എല്ലാവരും ഓർമ്മിക്കുന്ന പോലെ ഞാനും ഓർമ്മിക്കും. അത് തന്നെ ശ്രീനാഥോടെ ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്നും മലയാള സിനിമയിലുണ്ടാവും. താങ്ക് യു സോ മച്ച്. അന്നത്തൊരു സങ്കടം തോന്നി. എൻ്റെ അക്ഷരങ്ങളിൽ ഇനി ആ സമൂഹത്തിനോട് സാറ് എഴുതിക്കൊണ്ടിരുന്ന ഒരു ശക്തമായ ഒരു വാക്കുകളുണ്ട്. അത് എഴുത്തിൽ കൂടി കൊണ്ടുവരണം, നർമ്മത്തിലൂടെ പ്രതികരിക്കുന്നത്. ഞാൻ പലപ്പോഴും എന്നോട് ഞാൻ പക്കാ കോമഡി എഴുതാറില്ല, ഞാൻ പറയാം സിറ്റുവേഷൻ കോമഡി ചെയ്യാറുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം ഇനി ആ എഴുത്തിന് ചിലപ്പോഴൊക്കെ ഞാൻ ഡൗൺ ആയിപ്പോകും. ഞാൻ ഒറ്റയ്ക്ക് എഴുതാറില്ല, ആരെയും കൂട്ടുപിടിച്ച് എഴുതാറില്ല. ഒറ്റയ്ക്കൊരു റൂമിൽ കിട്ടുന്നതിനൊക്കെ എഴുതുന്ന സാധാരണക്കാരുടെ ഇടയിലൂടെ ഇറങ്ങി നടന്ന് എഴുതാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. ശ്രീനിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഒരു ദിവസം ഞാനൊരു മെസ്സേജ് അയച്ചു. എൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ തിങ്ങി തിരക്കഥകൾ. അപ്പം ഞാനൊരു നോക്കിയുടെ ഒരു ഫോണാണ്, അതെടുത്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, സാർ എൻ്റെ കയ്യിലൊരു തിരക്കഥയുണ്ട്, താങ്കൾക്ക് താല്പര്യമെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കാം. വേറെ ഒട്ടും കുറവില്ലായിരുന്നേ. താങ്കൾക്ക് താല്പര്യമെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് എഴുതി. അല്ലാണ്ട് എൻ്റെ സാറേ ഒന്ന് നോക്കാവോ എന്നല്ല. പക്ഷെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, താനത് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് എനിക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്തു, അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സാറ് ഒരു മാസമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാവില്ല. സാറ് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, നീ ഒരിക്കലും അടുക്കളയിൽ പോയി. അപ്പം ഞാൻ കൊടുത്ത സാർ ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ ഈ ഫീൽഡിലേക്ക് വരും, എൻ്റെ മോൾ കുഞ്ഞാണ്, വരില്ല. സാർ എന്തുകൊണ്ടെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷേ സാറ് പറഞ്ഞു, നീ ഒരിക്കലും അടുക്കളയിൽ ഒതുങ്ങി കൂടരുത്, നല്ലൊരു തിരക്കഥാകൃത്തായിട്ട് മാറും എന്ന്. പക്ഷേ എനിക്ക് അത്രയൊരു തോന്നലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ ഷോർട്ട് ഫിലിം എഴുതി, അങ്ങനെ ഒതുങ്ങി നിന്നു. പക്ഷേ പതുക്കെ ആ ഫിലിം ഫീൽഡിലേക്ക്, സിനിമയുടെ തിരക്കഥയിലേക്ക് കടന്ന് പല തിരക്കഥകൾ എഴുതി അതൊക്കെ പെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. പക്ഷേ ഇന്ന് സിനിമയുടെ തിരക്കഥയുടെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്. എന്താണ് തിരക്കഥ എന്നുള്ളത്, അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് തന്നെ എൻ്റെ പ്രൊഫഷൻ തന്നെ തിരക്കഥയായിട്ട് മാറി. അപ്പം ഞാൻ വിമലാൻ്റെയെ വിളിച്ച് സംസാരിച്ചിങ്ങനെ സങ്കടം എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ തോന്നുന്നു. കാരണം എനിക്ക് എന്താ തിരക്കഥ അത് സിനിമയായിട്ട് വന്നില്ലേ, അത് കുഴപ്പമില്ല, അത് പെട്ടേക്കാം. അത് അത് എന്താ ഒത്തിരി സങ്കടത്തോടെ ഞാൻ തൊഴുതു നിന്നു. എനിക്ക് ജീവനോടെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വളരെ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നും എൻ്റെ തൂലികയുടെ മുമ്പിലുണ്ടായിരിക്കും ആ ഒരു ശക്തമായ ഒരു എനിക്ക് സമൂഹത്തോട് അത്രയും പ്രതിബദ്ധതയുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ആ ചിന്തയിലൂടെ നിന്ന് ഞങ്ങളാണ് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ സിനിമ കുറേ കഴിയാൻ തുറന്നുമായിരിക്കും. അതിൻ്റെ പതുക്കെയാണ് പോയിട്ടുള്ളത്. ഒന്നും ആയിട്ടില്ല, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് കാണാം അന്നും എന്നും ഈ സമൂഹത്തോടൊപ്പം അതിൻ്റെ ഇടയിൽ ഒരാളായിട്ട് ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഒരു സിനിമാക്കാരിയായിട്ടൊന്നും ആരും എന്നെ കാണില്ല. സാധാരണക്കാരിയാണ്. ഇപ്പം നമ്മുടെ സിനിമസാറും സാധാരണക്കാരനായിട്ട് അത് തന്നെയായിരുന്നു എൻ്റെ ഒരു. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ അധ്യാപകനായിരുന്നു.